വെൽക്കം ടു ത്രിനികാമറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വേറൊരു ചാലഞ്ച് അല്ല, സാധാരണ ചെയ്യുന്ന മീറ്റിംഗ് ഒന്നും അല്ല. ഇത് ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഫ്രെയിം മേക്കിംഗ് ചാലഞ്ച് ആണ് കേട്ടോ. അതിപ്പോ വെറുതെ ഫോട്ടോ എടുത്ത് മേക്ക് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ബാക്കി ടേപ്പ് ഒട്ടിക്കണമല്ലോ. ആ ടേപ്പ് ബിഗ് ഓർ സ്മോൾ അങ്ങനെയും, പിന്നെ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിഗ് ഓർ സ്മോൾ അങ്ങനെ രണ്ടും ബിഗ് ഓർ സ്മോൾ ആട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയണ്ട, കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബാക്കി ഒട്ടിക്കുന്നത് ടേപ്പ് വലുതോ അല്ലെങ്കിൽ ചെറുതോ അങ്ങനെ. അപ്പം പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. വൈപ്സ് ഒക്കെ ഉണ്ട്, വൈപ്സ് ഇട്ടൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോ റെഡി. ഇതാണ് കേട്ടോ രണ്ട് പിക്സ് ഉണ്ട്. ഇത് ഞങ്ങളാണ്, ഇത് വേറെയാണ്, ഇവളുടെ ഒരു ഫ്രണ്ടാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അത് ഈ രണ്ട് പിക്ക് ഒരു ഇതിനകത്താ കിടക്കുന്നത്. ഇതാത് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം അനീഷ അത് സെപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഇത് ചലഞ്ചായിട്ട് ചെയ്യണമെന്ന് താല്പര്യം ഇല്ലായിരുന്നു. ജസ്റ്റ് ഇത് എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രിന്റ് എടുത്തപ്പം ഒരെണ്ണവും കൂടെ എടുത്താൽ കൊള്ളാന്ന് തോന്നി. ഞങ്ങൾക്ക് ഓൾറെഡി ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ ഫോട്ടോയും കൂടെ അങ്ങ് പ്രിന്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് രണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അപ്പം അവിടെ ധ്യാനം നടക്കുന്നുണ്ട്. ഇവിടെ സ്പീക്കർ വെച്ചിരിക്കുന്ന ഒച്ച കേൾക്കാൻ പറ്റും കേട്ടോ. അതിന്റെ ഒച്ചയാണ് ഈ കേൾക്കുന്നത്, ഞങ്ങളുടെ അല്ലാത്ത ഒച്ച. അപ്പം നിനക്ക് ഏത് പിക്ക് വേണം ചെയ്യാൻ? ഞാൻ ഇതാണ് ചെയ്യാം. ഈ ഫ്രെയിം, വൈറ്റ് ഫ്രെയിമിൽ ഈ ഫോട്ടോ. ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ പിക്ക് ഈ വുഡിന്റെ ഫ്രെയിമിലാണ് കേട്ടോ. വൈപ്സ്. അപ്പം ഞങ്ങൾ ബിഗ് ഓർ സ്മോൾ ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം സിസേഴ്സിന്റെ നോക്കാം. അപ്പം കുടുക്കിയിട്ട് ഞാൻ ഇടുവാണ്. ഇടണ്ട, പേടിയാവും എന്താ ടച്ച് ചെയ്യണമെന്ന് അറിയില്ല. ചെറിയ സിസേഴ്സിന് ആക്ച്വലി മൂർച്ച കുറവുണ്ട് കേട്ടോ. നമ്മൾ സൂക്ഷിച്ചും കണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വലുത് ഓക്കെയാണ്. പിന്നെ വലുതായിട്ട് പെട്ടെന്ന് കട്ടും ചെയ്തെടുക്കാം. ചെറുതാണെങ്കിൽ വിരല് കയറാൻ തന്നെ പാടായിരിക്കും. കേട്ടോ എനിക്ക് കിട്ടിയത്. എനിക്ക് പണി കിട്ടി. സ്മോള്. ഇനി എന്ത് പറയണ? ടേപ്പ് ചെറുതും വലുതും കൊണ്ട് ഉദ്ദേശിച്ചത് നല്ല ഫിനിഷിങ്ങിൽ ഒട്ടിക്കണം. അപ്പം വലുത് വെച്ച് ഒട്ടിക്കുന്നതാണ് ഇച്ചിരി കൂടെ നീറ്റ് ആൻഡ് ഫിനിഷ്. ഇത് അത്ര കൊണ്ട് അങ്ങനെയല്ല, പക്ഷെ ടാസ്ക് ആണ് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇങ്ങോട്ട് ഞാൻ കൊടുക്കാം. ഞാൻ കൈയിട്ട് ഇതാക്കാൻ പോകും. കണ്ണുപൂട്ടി എടുത്തോളൂ. ഇതിനി ആർക്കാന്ന് പറഞ്ഞോ പണി കിട്ടാൻ പോകുന്ന അല്ല. ഇത്തവണ എനിക്ക് ബിഗ് ആണ് കേട്ടോ. അപ്പം അത് ഞാൻ അതെടുക്കാൻ പോയതാ. പിന്നെ ഓക്കെ, അപ്പം നമുക്ക് ടാസ്കിലോട്ട് കിടക്കാം. ഇങ്ങനാണ് ഇന്റത്, ഇങ്ങനാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ടാസ്കിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ചെയ്യാൻ രണ്ടാഴ്ചതാണ് കേട്ടോ. ആദ്യം പൊട്ടിക്കട്ടെ. നീറ്റായിട്ട് ആരാണോ ഫസ്റ്റ് തീർക്കുന്നത് അങ്ങനെയാണ് നോക്കുന്നത്. ഇളവി വരെ ഇത്തിരി പാടുണ്ട് കേട്ടോ. ടൈറ്റ് ഉണ്ട്. ടെക്നിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഊരിയിട്ടുണ്ട്. ഷാള് കുറച്ച് പണിയാണ് എനിക്ക്. കിട്ടിയിടാന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ മെഷീൻ. എക്സ്ട്രാ
വലുതാക്കിയതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ക്ലാസ് വലുതായതിൻ്റെയാണോ? ഞാൻ ഗ്ലാസ് അങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് സെറ്റിന് ഞാൻ തുടക്കട്ടെ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ചെയ്യാൻ കേട്ടോ. എനിക്ക് ഈ ഫ്രെയിം ചെയ്തൊന്നും പരിചയമില്ല. അനീഷ പിന്നെയും ചെയ്തു. നല്ല രീതിയിൽ ഞാനൊന്ന് തുടയ്ക്കുന്നുണ്ട്. ജസ്റ്റ് നല്ല വാട്ടർ കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം ഒന്ന് വേറൊരു തുണിയിട്ടിട്ട് ഒന്ന് തുടയ്ക്കാൻ ഞാൻ കരുതുകയാണ്. നല്ല വാട്ടറി ആയിട്ടിരിക്കും. ഇതേതാ നിൻ്റെത്? ഇത് വെച്ചല്ല അളവെടുക്കണ്ട, ഗ്ലാസ് വെച്ചാണ് അളവെടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എനിക്കത് ഞാൻ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളാണ്, ഇതുവരെ അതുപോലും അറിയത്തില്ല. പ്രിയത 2 മിനിറ്റ് കൊണ്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കട്ടിങ് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ചെറിയ ഇതായത് കാരണം. കട്ടിങ്ങേ ഉള്ളു ഇച്ചിരി പണിയായിട്ടുള്ളത്, ബാക്കിയൊക്കെ എളുപ്പം തീർക്കാവുന്നതാണ്. ഞാൻ ചെയ്ത് ഓൾമോസ്റ്റ് ഫിനിഷാണ് കേട്ടോ. ഞാൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടേപ്പും കൂടെ ഒട്ടിക്കുമ്പോൾ ലുക്ക് കംപ്ലീറ്റ്. കൊള്ളാല്ലേ? അപ്പം ഞാൻ ടേപ്പും കൂടെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്യാൻ പോകുവാണ്. വാ,
ഇതാണ്. ഞാൻ തീർത്തിട്ടുണ്ട്. പ്രിയ സ്റ്റിൽ വർക്കിങ്ങിലാണ്. ഇത് പറ്റുന്നില്ല. ഇത് പ്രിന്റ് എടുത്ത് തന്നത് ശരിയായില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്സ് കൊണ്ട് തുടയ്ക്കുവാണേ. അപ്പം നീ നിർത്തിക്കോ, അവള് തോറ്റ്, ഇനി അവള് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും സെറ്റ് ആയില്ല. അതായത് എന്റെ അവസ്ഥ ഇപ്പോഴും ഇതാണ്. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. എനിക്കത് അറിയത്തില്ല. ഒന്നാമത് ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട സാധനമാണ്. അപ്പം നമുക്കത് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇത് കേറുന്നില്ല, ഇതുപോലും കേറുന്നില്ല അതിനകത്ത്. അവസാനം ഞാൻ സഹായിക്കേണ്ടി വന്നേ കേട്ടോ. കുട്ടി എന്റെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ഐ ലൈക്ക് ഇറ്റ്. കൊള്ളാം. Well done. Okay. Guys, ഇത് ശരിയായിട്ടുണ്ട്. ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, അങ്ങനെ വേണം പറയാൻ. ഗൈസ്, അപ്പൊ ഇത് ശരിയാക്കിയിട്ടുണ്ട്. അനീഷ ശരിയാക്കി. ഇതൊരാൾക്ക് ഗിഫ്റ്റ് എടുക്കാനുള്ള ഐറ്റമാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേക്ക്. അവള് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. നേരത്തെ അതിന് ആ മേടിച്ച് ചെയ്യേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. കുഴപ്പമില്ല, ഓക്കെ ആണ്. അപ്പം ഞങ്ങളിത് A3 എടുക്കാൻ വേണ്ടി ഇരുന്നേ, പക്ഷെ എനിക്ക് A3 കണ്ടിട്ട് ഒരു തൃപ്തി അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ A4 എടുത്തത്. അങ്ങനെ ഫൈനലി ഫൈനലി ഞാൻ ജയിച്ചു. എപ്പോഴും ഞാനാണ് ജയിക്കാറ്, ഇതിലും ഞാൻ തന്നെ ജയിച്ചു. ഷോ, എന്താ ചെയ്യാനാ. ഇതിൽ ഞാൻ ജയിക്കുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഇത് ചെയ്ത് ശീലം എനിക്കുണ്ട്. അവക്ക് ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് എനിക്കിത് കട്ടിങ്ങിന്റെ ഇതിലാ പോയത്. കാരണം ഞാൻ അനീഷ കട്ട് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഇത്തിരി പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് എനിക്ക് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല, ഇതെങ്ങനെ ഞാൻ കട്ട് ചെയ്യുമെന്ന്. ഇത് അവര് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ കുറച്ച് അകത്തോട്ടിട്ട് ചെയ്യണം. ഇനിയിപ്പോ ഇത് വലുത് തന്നെ ഒട്ടിക്കാന്ന് വിചാരിച്ച, കാരണം ഒരാൾക്ക് കൊടുക്കുന്നതല്ലേ നമുക്ക്. എന്റെ നഖം വരെ പോയി, കണ്ടോ, നഖം വരെ പോയി അതിങ്ങനെ ഇളക്കിയിട്ട്. പിന്നെ ഒരു കാര്യം, ഫ്രെയിം അവള് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആട്ടെ ഏറ്റെടുത്തത്. നീ തന്നെ ചെയ്തെങ്കിൽ എന്താ ചെയ്യുന്നത്? ഞാൻ അനീഷനെ പ്രതീക്ഷിച്ചാണ് സത്യത്തിൽ ചെയ്യാന്ന് വിചാരിച്ചത്, കാരണം അനീഷയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇത് ചെയ്ത്. അപ്പം ഇത് അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഫിനിഷ്. ഓക്കെ, അപ്പം രണ്ടിന്റെയും ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇത് ഇനി വേറെ ടൈപ്പും കൂടെ ഞാൻ ഒട്ടിക്കും കേട്ടോ. ഒരാൾക്ക് കൊടുക്കാനുള്ളതില്ല, അതുകൊണ്ട് ഞാൻ വേറെ ടൈപ്പും കൂടെ ഒട്ടിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ചെയ്ത ഫ്രെയിം. ഇത് ഓൾറെഡി വ്ളോഗിൽ പറഞ്ഞല്ലോ, അവളുടെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. ഇത് രണ്ടാമത്തെ ഫ്രെയിം എന്റെയും ഏഞ്ചലിന്റെയും പ്രിയയുടെ ആണ് കേട്ടോ. അത് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പെട്ടെന്നെടുത്ത തീരുമാനമാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഫ്രെയിം ആക്കിയേക്കാമെന്ന്. ഇത് ഞങ്ങൾ ഓണത്തിനെടുത്ത ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
ബൈ. നോയ്സ് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അത് അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളായ കാരണമാണ്. വീട്ടിന് ഓപ്പോസിറ്റ് കൊണ്ട് സ്പീക്കർ വെച്ചിട്ടുണ്ട്, അതാണ് ഇത്ര സൗണ്ട്. Okay, bye. ബൈ.